ഒരുപക്ഷെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് അത് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നത് പോലെയോ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണുന്നത് പോലെയോ അത്ര എളുപ്പമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ആ എളുപ്പം എന്ന വാക്ക് ഞാനവിടെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പലപ്പോഴും ഒരു മനഃശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധനെ കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ഭ്രാന്ത്, ഇങ്ങനെയൊക്കെയുള്ള ടെർമിനോളജീസ് വളരെ സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു വാക്കുകളായിട്ട് തന്നെ നിലനിൽക്കുന്നു ഈ കാലഘട്ടത്തിൽ. കാരണം നമ്മുടെ സാങ്കേതിക വിദ്യയും ഒക്കെ ഒരുപാട് മുന്നോട്ട് വന്നെങ്കിലും ആളുകളുടെ മനസ്സിൽ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോവുകയാണെന്ന് പറയാൻ അല്ലെങ്കിൽ പറയുന്നതിനെ അത്ര പോസിറ്റീവ് ആയി കാണുന്ന ഒരു സമൂഹമല്ല നമ്മളുടേത്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ശരിക്കും പല ആളുകൾക്കുമുള്ളൊരു സംശയമാണ്, ഈ മെൻ്റൽ ഹെൽത്ത് നീഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവശ്യം വരുമ്പോൾ ആരെയാണ് ഞാൻ കാണേണ്ടത്? അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും അവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് സാധാരണ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ സഹായിക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു സൈക്യാട്രിസ്റ്റാണ്. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സൈക്യാട്രിയിൽ MD സ്പെഷ്യലൈസ് ചെയ്ത് കഴിയുന്ന അല്ലെങ്കിൽ ഒരാളെയാണ് പൊതുവെ സൈക്യാട്രിസ്റ്റ് എന്ന് വിളിക്കുക. അദ്ദേഹം MBBS കഴിഞ്ഞതിന് ശേഷം MD സൈക്യാട്രി സ്പെഷ്യലൈസ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മോഡൽ, പ്രാക്ടീസ് മോഡൽ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ മോഡലാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് അല്ലെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് മെൻ്റൽ ഹെൽത്ത്, അതാണ് അവരുടെ ഒരു അസംഷൻ എന്ന്. അപ്പം സ്വാഭാവികമായിട്ടും ഫാർമക്കോതെറപ്പി അല്ലെങ്കിൽ മരുന്നുപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതികളായിരിക്കാം ഒരു സൈക്യാട്രിസ്റ്റ് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ആ ടീമിലെ രണ്ടാമത്തെ ഒരു മെമ്പറാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ. അപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആളുകൾ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഒരു എന്താ പറയുക സൂപ്പർവൈസ്ഡ് ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു 2 വർഷത്തെ ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സും കൂടെ കഴിയുമ്പോഴാണ് ഒരാളെ നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഒരു ഹോസ്പിറ്റൽ ബേസ്ഡുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് സെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ആളാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ സൈക്യാട്രിക് സോഷ്യൽ വർക്കറും ഇതേപോലെ തന്നെ MSW എന്ന് പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ സൈക്യാട്രിക് സോഷ്യൽ വർക്കിലുള്ള ഹോസ്പിറ്റൽ ബേസ്ഡ് ട്രെയിനിങ് കഴിഞ്ഞ ആളുകളാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുക. അതുപോലെ തന്നെയാണ് സൈക്യാട്രിക് നേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. അവർ സാധാരണ BSc നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം MSc സൈക്യാട്രിക് നേഴ്സിംഗ് കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ ഇതിവിടെ സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു മോഡൽ, ഒരു മെഡിക്കൽ മോഡൽ, ഒരു ഫാർമക്കോതെറപ്പിയാണ് അവരുടെ ഒരു മേജർ ഇൻ്റർവെൻഷൻ എങ്കിൽ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോതെറപ്പിയാണ് അയാളുടെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഓരോ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ മാനസികമായ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെ പരിഹരിക്കത്തക്ക തരത്തിലുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുക. അതിനെയാണ് പൊതുവെ ഒരു 1-to-1 ഇൻറ്ററാക്ഷനിലൂടെ, അതായത് ഒരു കൗൺസിലറും അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു 1-to-1 ഇൻറ്ററാക്ഷനിലൂടെ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ പലതരത്തിലുള്ള തെറപ്യൂട്ടിക് അപ്രോച്ചസ് ഉണ്ടാകും. ചിലപ്പം ചില ഡിസോർഡർ വൈസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ അതിന് ഓരോ ഡിസോർഡേഴ്സിനും ഓരോ സൈക്കോളജിക്കൽ മോഡലും ആ മോഡലിനനുസരിച്ചുള്ള തെറപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസും ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം. മൂന്നാമത്തെ ആളുകളാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ്. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻസ്. അത് പ്രത്യേകം നമുക്കറിയാം, മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നമായിട്ട് മാത്രം കാണുന്നതിനപ്പുറം പലപ്പോഴും ഒരു എന്താ പറയുക, അദ്ദേഹം വരുന്ന സാമൂഹിക അന്തരീക്ഷം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിന് കിട്ടേണ്ട മറ്റ് ബെനിഫിറ്റുകൾ, കാര്യങ്ങൾ, സപ്പോർട്ട്, അങ്ങനെ ഒരു സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻ, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ ഏറ്റവും കൂടുതൽ കേപ്പബിളായിട്ട് ചെയ്യുന്നത് ഒരു സൈക്യാട്രിക് സോഷ്യൽ വർക്കറുടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ്. ഓക്കെ, അപ്പം ഈ രീതിയിലൊക്കെയാണ് ശരിക്കും ഒരു മാനസികാരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. അതായത് ഒരു ഫാർമക്കോതെറപ്പി അപ്രോച്ച് ഉണ്ട്, സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസ് ഉണ്ട്, ഫാമിലി ഇൻ്റർവെൻഷൻസ് ഉണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികാരോഗ്യ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുക. അപ്പം ഈ ഒരു മാനസികാരോഗ്യ പ്രക്രിയയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടാകുന്നൊരു പ്രധാന കാര്യമാണ്, എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ആരെ കാണണം? സൈക്കാട്രിസ്റ്റിനെ കാണണോ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണോ, സൈക്കാട്രിക് സോഷ്യൽ വർക്കറെ കാണണോ, അതോ ആരെ കാണണം? ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മൾ കാണേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് അത് നമ്മളൊരു പ്രൊഫഷണലിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്. പലപ്പോഴും ഈ മാനസികാരോഗ്യ മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ്, ദുരുപയോഗങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. കാരണം ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാടധികം ആളുകൾ സൈക്കോളജിസ്റ്റ് ആണെന്നും സൈക്കാട്രിസ്റ്റ് ആണെന്നും കൗൺസിലറാണെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ക്ലയൻസിനെ വലിയ ദുരിതങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കുന്ന പ്രവണത സമൂഹത്തിലുണ്ട്. അപ്പം അത്തരം പ്രവണതകളെ കുറയ്ക്കാനും, അതായത് ഏറ്റവും സേഫ് ഗാർഡ് ചെയ്യാനും, നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കാനും, നമ്മളെല്ലാ ചികിത്സ എടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ വ്യക്തിയും, ഇപ്പോൾ സൈക്കാട്രിസ്റ്റാണ്, അയാൾ എന്ത് പഠിച്ചു, എവിടെ പഠിച്ചു, എത്ര വർഷത്തെ ക്ലിനിക്കൽ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ഇതേ രീതിയിൽ എവിടെയാണ്, എന്താണ് ഇദ്ദേഹം പഠിച്ചത്, ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഡിഗ്രി എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മളൊരു നല്ല ഒരു പ്രൊഫഷണലിൻ്റെ അടുത്താണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് കിട്ടേണ്ട ശരിയായ ക്യൂർ കിട്ടിയിരിക്കും. കാരണം ഒരുപക്ഷെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് ഒരു കേസ് വരുന്നതെങ്കിൽ ആ കേസ് അദ്ദേഹം കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പം തോന്നുകയാണല്ല ഇതിൽ മെഡിക്കേഷൻ്റെ ഒരു ആവശ്യകതയുണ്ട്, അപ്പോൾ ഇത് എന്ന് തോന്നിയാൽ സൈക്കാട്രിസ്റ്റിന് റെഫർ ചെയ്യാം. അതേസമയം ഒരു സൈക്കാട്രിസ്റ്റിന് ഒരു കേസ് വരുന്നു, അതിലൊരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷനാണ് അത്യാവശ്യമായിട്ട് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന് റെഫർ ചെയ്യാം. ഒരു ഫാമിലി കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷനാണ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു വളരെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലും എന്താ പറയുന്നത്, അത്തരം കാര്യങ്ങളിൽ ശരിയായ സേവനം ഒരു ക്ലയൻറ്റിന് കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കും പരിശ്രമിക്കുക. അപ്പം ഇത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് പലപ്പോഴും ഈ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്റ്റിഗ്മ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാ ആളുകളിലേക്കും ഈ മാനസികാരോഗ്യ സേവനങ്ങൾ എത്തപ്പെടുക എന്ന് പറയുന്നതിന് പ്രായോഗികമായ ചില തടസ്സങ്ങളും നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ ഒക്കെ ഒരു വ്യക്തി കാണാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കും മിക്കവാറും കാണാൻ വരിക. അല്ലാതെ ഒരിക്കലും ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ആരും തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കാണാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ. പ്രത്യേകിച്ചൊരു പ്രൊഫഷണലിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് നമുക്ക് മറ്റ് ശാരീരിക അസുഖങ്ങൾ പോലെ ഒരു കൺസൾട്ടേഷൻ കൊണ്ടോ 2 കൺസൾട്ടേഷൻ കൊണ്ടോ ഫോളോ അപ്പ് കൊണ്ടോ മാറുന്ന ഒരവസ്ഥയല്ല സൈക്കോ തെറപ്പിയിലേക്ക് ആളുകൾ വരുമ്പോൾ. കാരണം ചിലപ്പോൾ അത് 15 സെഷനാവാം, 20 സെഷനാവാം, അങ്ങനെ ഒരുപാട് സെഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇത്തരം സമയങ്ങളിൽ പലപ്പോഴും ക്ലയൻസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പം ഒരു സെഷൻ പോകുന്നു, ചിലപ്പം പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. അത് സെഷൻ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് ചിലപ്പം മുന്നോട്ട് കുറേയധികം സെഷൻസ് പോയതിന് ശേഷമായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഇതൊരു ഫിനാൻഷ്യൽ ബേർഡൻ പലപ്പോഴും ക്ലയൻസിന് തോന്നാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, ഒരിക്കലും ഒരു തെറപ്പി പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ ഒരു പ്രതിബന്ധമാവരുത് എന്ന് പലപ്പോഴും ക്ലയൻസിനോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതേപോലെ തന്നെയാണ് ഒരു തെറപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫിനാൻഷ്യൽ നീഡ് കാര്യങ്ങളൊക്കെ, അദ്ദേഹവും ഒരു പ്രൊഫഷണലാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസിലൂടെയാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള, ഇപ്പം ഒരു തെറപ്പിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള സഹായം ഒരുപക്ഷെ ക്ലയൻറ്റിന് കിട്ടിയേക്കാം. എങ്കിൽ പോലും അതൊരു ലോങ് ടൈമിലേക്ക് വരുമ്പോൾ, ദീർഘകാലം ഒരു ഫ്രീ സെഷനാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഈ കൗൺസിലർ ഫ്രീ ആയിട്ട് സെഷൻസ് തരുന്നു എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഒരുപക്ഷെ ക്ലയൻറ്റിനും അതൊരു പിന്നീട് ആ തെറപ്പിയിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു മടിയും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നിലവിൽ ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ തെറപ്പിക്ക് പോകാനായിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപക്ഷെ ചിലപ്പോൾ വ്യക്തികൾ അല്ലെ സുഹൃത്തുക്കൾ ഒക്കെ ചേർന്നിട്ട് ചിലപ്പോൾ നീ സെഷന് പൊക്കോളൂ, അല്ലെങ്കിൽ നീ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം, അല്ലെ ഫാമിലി കൗൺസിലിംഗ് നിങ്ങൾ പോകണം, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും, അല്ലാതെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ അല്ലാതെ ഒരു ഡയറക്റ്റായിട്ടുള്ള ഇടപെടലുകളോ ഒന്നും തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റിംഗ് ആയിരിക്കാം. കാരണം ഇപ്പം ഒരാളുടെ തെറപ്പി സെഷന് ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അറിയാതെ അല്ലെങ്കിൽ ആ അനോണിമിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സെഷനുള്ള ഇത്ര സെഷനുള്ളത് ഒരു മറ്റൊരാൾ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മെൻ്റൽ ഹെൽത്ത് നീഡുള്ള ആളുകൾക്ക് ആ സർവീസിൽ എടുക്കാനായിട്ട് അവരെ സഹായിക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനോ തെറപ്പി കണ്ടിന്യൂ ചെയ്യാനോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സഹായകരമായൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു സഹായം എത്തിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ അനോണിമിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി, അവർ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് അല്ലെങ്കിൽ പോകുന്നുണ്ടോ, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സഹായം കിട്ടുന്ന ആൾക്ക് ആരാണ് ഈ വ്യക്തിയെ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പരസ്പരം അറിയാതിരിക്കുന്നത് ഒരു പരിധിവരെ സഹായകരമായേക്കും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരം ചില സ്റ്റിഗ്മ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ. കാരണം എന്താ പറയുന്നത്, ഒരു സൈക്കോളജി, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതോ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതോ ഒക്കെ പലപ്പോഴും അത്ര എന്താ പറയുന്നത് ഒരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിട്ട് പലപ്പോഴും നമ്മുടെ സമൂഹം കാണുന്നില്ല. എന്നാൽ ഒരുപാട് ചേഞ്ച് നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം പല ആളുകളും മുന്നോട്ട് വന്ന് ഞാൻ തെറപ്പി എടുത്തിട്ടുള്ള ആളാണ്, അല്ല ഞാൻ ഫാമിലി കൗൺസിലിങ്ങിന് പോയിട്ടുള്ള ആളാണ്, ഞാൻ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടുള്ള ആളാണ് എന്നൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലൊക്കെ ആളുകൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. എങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ചില സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഈ പ്രത്യേകിച്ച് ഇത്തരം രീതിയിൽ ഒരാളുടെ സെഷന് വേണ്ടി തെറപ്പിക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി തന്നെയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഇവർ തെറപ്പിക്ക് പോകുന്ന ആളുടെ യോഗ്യത അല്ലെങ്കിൽ അയാളൊരു പ്രൊഫഷണൽ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരുപാട് തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് മാനസികാരോഗ്യ മേഖലയിൽ വലിയ സാമ്പത്തികമായ രീതിയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ, ആരെയാണ് ഞാൻ കാണുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ കാണാനായിട്ട്. കാരണം അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അയാളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്താണ്, അയാളുടെ ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്താണ്, അയാളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതേ പറ്റിയിട്ടൊരു കൃത്യമായൊരു ധാരണ വെച്ചിട്ട് തന്നെ വേണം ഇത്തരം ആളുകളെ നമ്മൾ പൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ കണ്ടുപിടിക്കാനോ, ഒരു കൗൺസിലിംഗ് ഹെൽപ്പിന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ സമീപിക്കാനും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇത്തരം ഒരു തെറപ്പിസ്റ്റിലേക്ക് വരുമ്പോൾ ചിലപ്പം ചില തെറപ്പിസ്റ്റുമാർ നമുക്ക് കംഫർട്ടബിൾ ആവണമെന്നില്ല. അതിന് പല ക്ലയൻറ്റ് വേരിയബിൾസും ഉണ്ട്, അതുപോലെ തന്നെ തെറപ്പിസ്റ്റ് വേരിയബിൾസും ഉണ്ട്. ഇപ്പം ക്ലയൻറ്റിൻ്റെ ഏജ്, ജെൻഡർ, അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ആ ഒരു തെറപ്പി പ്രോസസ്സിലേക്ക് വരുമ്പോഴുള്ളൊരു എന്താ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെയാണ് തെറപ്പിസ്റ്റിൻ്റെ ചില വേരിയബിൾസ്, പ്രത്യേകിച്ച് തെറപ്പിസ്റ്റിൻ്റെ ചില ആറ്റിറ്റ്യൂഡ്, റിലേഷൻഷിപ്പ് സ്റ്റൈല്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്, അയാളുടെ തെറപ്പിയിലുള്ള ഡിഫറെൻറ്റ് തെറപ്പീസിലുള്ള നോളജ്, അയാളുടെ ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ കാരണമായിട്ട് വരാം. അപ്പം ചില ആളുകൾക്ക് ചിലപ്പം ചില തെറപ്പിസ്റ്റുമാർ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരണമെന്നില്ല. അപ്പം ചിലപ്പോൾ ചേഞ്ച് കൂടുതൽ ഉണ്ടാവണമെന്നില്ല. അത്തരം ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു ക്ലയൻറ്റ് തെറപ്പിസ്റ്റ് റിലേഷൻഷിപ്പിൽ പ്രോപ്പറായിട്ടുള്ളൊരു പ്രോഗ്രസ്സിലേക്ക് നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ ചെയ്യുക ബെറ്റർ റെഫർ ടു വേറൊരു തെറപ്പിസ്റ്റിലേക്ക് റെഫർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ പലപ്പോഴും ആ ഒരു കോൺഫ്ലിക്റ്റിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു പ്രോപ്പർ പ്രോസസ്സിലേക്ക് പോകുന്നില്ല എങ്കിൽ അതിനെ സഹായിക്കത്തക്ക തരത്തിൽ ഒരു ശ്രമം രണ്ടുപേരും, അതായത് ക്ലയൻറ്റും തെറപ്പിസ്റ്റും നടത്തുകയും, എന്നാൽ അത് പ്രാവർത്തികമാവാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു തെറപ്പിസ്റ്റിലേക്ക് റെഫർ ചെയ്യാനുള്ള സാധ്യതയും ഒക്കെ പ്രത്യേകിച്ച് കൗൺസിലിംഗ് കേസുകളിൽ വരാറുണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം.